ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. ശോഭിക വെഡിങ്സ് നിലമ്പൂർ. വയനാട് ദുരന്തത്തിൽ അഴിമതി കണക്കുണ്ടാക്കിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് അമരമ്പലം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ പ്രകടനം നടത്തി. KPCC അംഗം NA കരീം ഉദ്ഘാടനം ചെയ്തു. ദുരന്തമുണ്ടായപ്പോൾ വളരെ വ്യക്തമായി ജനാധിപത്യ മുന്നണിയും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ആളുകൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് പറഞ്ഞു, അങ്ങേതിൽ പങ്കാളിയാണോ എന്ന് ഞങ്ങൾക്കറിയില്ല. ഒരുപക്ഷേ കേരളത്തിൽ കേട്ടുകേൾവിയുള്ള CNDRFന്റെ പണം ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ള വാർത്ത വർഷങ്ങളായി നിലനിൽക്കുകയാണ്. അതുകൊണ്ട് ഈ കണക്കെങ്കിലും വളരെ വ്യക്തമായി ജനങ്ങളോട് പറയാൻ അങ്ങ് ബാധ്യസ്ഥനാവണം. അങ്ങനെ ഇതിന് വ്യക്തമായ കണക്കുണ്ടാവണം. എന്താണ് ചെയ്യുന്നത് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ മുഴുവൻ ആളുകളും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നിക്ഷേപിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ കേരളത്തിലെ മുഴുവൻ രാഷ്ട്രീയ നേതാക്കന്മാരും അവരുടെ വിഹിതം ഈ പറയുന്ന CNDRFിലേക്ക് നിക്ഷേപിച്ചു. പക്ഷേ ഖേദകരമെന്ന് പറയട്ടെ, കഴിഞ്ഞ 3-4 ദിവസം മുമ്പ് വന്നൊരു വാർത്ത എന്താണ്? കേരളത്തിൽ ഇത്രമാത്രം പകൽക്കൊള്ള നടത്തുന്ന മരിച്ചുപോയ മനുഷ്യന്റെ മയ്യത്തിന് പോലും വിലപേശുകയും ആ മയ്യത്തിനെ പോലും കൃത്രിമമായി പണമുണ്ടാക്കാനുള്ള ഹേതുവായി ഉപയോഗിക്കുകയും ചെയ്യുന്ന ഭരണകൂടമാണ് കേരളത്തിൽ കാണുന്നത്. മൃതശരീരം മറവ് ചെയ്യുന്നതിൽ പോലും അഴിമതി കണക്കാണ് അവതരിപ്പിച്ചതെന്നു യോഗത്തിൽ ആരോപിച്ചു. മണ്ഡലം പ്രസിഡന്റ് കേമ്പിൽ രവി അധ്യക്ഷത വഹിച്ചു. ഭാരവാഹികളായ NM ബഷീർ, ശിവദാസൻ ഉള്ളാട്, VP അഫീഫ, KM സുബൈർ, രാഹുൽ തേൽപ്പാറ, ജോബിൻ തോമസ് എന്നിവർ സംസാരിച്ചു. ടൗണിൽ നടന്ന പ്രകടനത്തിന് VK ബാലസുബ്രഹ്മണ്യൻ, സലാം ചിന്നക്കൽ, നിഷാദ് പൂക്കോട്ടുംപാടം, MA റസാഖ്, ഗോപകുമാർ പൂളക്കൽ, ലത്തീഫ് പുഞ്ച എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പൂക്കോട്ടുംപാടം. നിലമ്പൂരിന്റെ ആതുര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ, കളുത്തുംകടവ്, നിലമ്പൂർ.